സോ ഗൈസ് നമസ്കാരം. മണ്ടേ സൂപ്പർത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. തംബ്നെയിൽ കണ്ടേക്കുന്നത് പോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ഇടുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് തംബ്നെയിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പാണ് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനും നമുക്ക് ഫോട്ടോസ് എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ 1 മിനിറ്റിലേക്ക് നമ്മൾ അതിൻ്റെ സ്പീഡെല്ലാം കുറച്ച് ടൈമും കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് നമ്മൾ 1 മിനിറ്റിലേക്ക് ആക്കും. ഇപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് ബെഡ് മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്, ടവൽ വെച്ചുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഞാനത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ചെയ്ത് വീഡിയോ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു 5-6 ക്ലിപ്പും കൂടി എടുക്കും, ഒരു ഫോട്ടോസും കൂടി ഞാൻ അതിൻ്റെ കൂടെ എടുക്കുന്നതാണ്. പല ഏരിയയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൻ്റെ അകത്ത് എടുക്കും. ആ ഫോട്ടോസ് എടുത്തതിന് ശേഷം ഞാൻ ഇൻഷോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻഷോട്ടിൽ ഞാൻ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോസും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നോർമലി അതിൻ്റെ അകത്ത് വരുന്നത് വീഡിയോസ് നിന്ന രീതിയിലാണ് വരുന്നത്. സോ 5 സെക്കൻഡ് ഡ്യൂറേഷനിലാണ് അത് വരുന്നത്. അപ്പോൾ ആ വരുന്ന 5 സെക്കൻഡ് ഡ്യൂറേഷൻ നമ്മൾ കുറച്ച് ഒരു 0.9 0.8 എന്നുള്ള രീതിയിൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് ഓരോന്ന് നമ്മൾ കൊണ്ടുവരും. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് തംബ്നെയിൽ ആക്കുന്നത് എന്നുള്ളതിന് നോർമലി നമ്മളിപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തുള്ള തംബ്നെയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് ആ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതാദ്യം കാണുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ നമ്മളിപ്പം ഷോർട്സിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ആൾക്കാർ നോക്കുന്നത്. സോ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കുന്നത്, അതായത് 0.9 സെക്കൻഡിലുള്ള ആ ഒരു റേഷ്യോയിലുള്ള വീഡിയോ അത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളൊരു ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അത് സെലക്ട് ആവും. അതെടുത്തിട്ട് നമ്മൾ വീഡിയോസിൻ്റെ ആദ്യം അത് കൊണ്ടുപോയി ചേർക്കും. അതിനുശേഷം ഞാൻ നോർമലി ചെയ്യുന്നത് അത് ആദ്യം ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ഒരു 4-5 ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയുടെ ഏറ്റവും അവസാനത്തിലേക്കും കൂടി ആക്കും. എന്നിട്ട് ഞാനത് നോക്കും. ചില സമയങ്ങളിൽ നമ്മൾ ഇതിങ്ങനെ ആക്കി, അതായത് നമ്മൾ ആദ്യം ഒരു 0.9 സെക്കൻഡ് ഒരു ചെറിയൊരു ഫോട്ടോയുടെ ക്ലിപ്പ് നമ്മൾ ആദ്യം ആക്കിയാലും ഷോർട്സിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കിന് അത് ആദ്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് തന്നെ ആദ്യം വന്ന് കിടക്കും. പക്ഷേ ചില സമയങ്ങളിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ തന്നെ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം ആ ഒരു ഫോട്ടോ എടുത്ത് ഇട്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് ഇട്ടേക്കുന്ന ഒരു 4-5 ക്ലിപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാനൊരു ക്ലിപ്പ്, അതായത് നമ്മളിപ്പോൾ തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു 3-4 ഫോട്ടോസ് നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ എല്ലാത്തിൻ്റെ ഡ്യൂറേഷൻ 0.8 0.9 എന്ന രീതിയിൽ നമ്മൾ ആക്കി വെച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പേനയുടെ ഒരു മഷി പോലെ ഒരു സംഭവം വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ നമ്മൾ വീഡിയോസിൻ്റെ അകത്ത്, അതായത് ഇപ്പോൾ നമ്മൾ 1 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ആ ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 1 മിനിറ്റിൻ്റെ അകത്തുള്ള വീഡിയോയുടെ ചെറിയ ക്ലിപ്പോ ഇല്ലെങ്കിൽ ഫോട്ടോസോ അത് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കവർ ഫോട്ടോ ആയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടുന്നത് പോലെ ആഡ് കവർ ഫോട്ടോ കൊടുക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് നമ്മൾ ഗ്യാലറി കയറി സെലക്ട് ചെയ്ത് ഇടാനായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു 1 മിനിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 മിനിറ്റിൻ്റെ അകത്ത് തന്നെ ഉള്ളതിലെ ഒരു ക്ലിപ്പ് മാത്രം എടുത്താണ് നമുക്ക് ഒരു ഫോട്ടോയോ ഇല്ലെങ്കിൽ ആ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുത്ത് മാത്രമേ നമുക്ക് ഷോർട്സിൽ തംബ്നെയിലായിട്ട് ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ലോങ്ങിൻ്റെ അകത്ത് നമുക്ക് നോർമലി തംബ്നെയിൽ നമ്മൾ ചെയ്തിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തംബ്നെയിൽ നമുക്ക് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്സിൻ്റെ എന്ന് പറയുന്നത് 1 മിനിറ്റ് ഡ്യൂറേഷൻ്റെ അകത്തുള്ളതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് അതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആൾക്കാർ നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. തുടക്കക്കാർക്ക്, അതായത് നോർമലി ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ യൂട്യൂബിൽ പുതിയതായിട്ട് വരുന്ന ഓരോ ക്രിയേറ്റേഴ്സിനും അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമായിരുന്നു. എനിക്കും ആദ്യം തന്നെ ഡൗട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഷോർട്സ് ഇടുമ്പോഴത്തേക്കിനും ഷോർട്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് അത് നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് കട്ട് ചെയ്തു അതിൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം നമ്മൾ ലെവൽ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ ഒരു 1 മിനിറ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോസിൻ്റെ അകത്ത് ആ ഒരു 1 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയ്ക്ക് അകത്ത് പോകുന്ന ചെറിയ ഭാഗത്തിൽ മാത്രമാണ് നമ്മൾ എഡിറ്റ്. ചിലത് അവർ തന്നെ സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം വിടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമുക്കത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് തംബ്നെയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അത് നോക്കിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് കയറി കാണണമെന്നുണ്ടെങ്കിൽ
ഈ ഞാൻ ചെയ്യുന്ന നോർമലി ഇൻഷോട്ടിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഷോട്ടിൻ്റെ അത് തന്നെ നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അത് നമുക്ക് ജസ്റ്റ് കയറി നമുക്ക് അത് 5 സെക്കൻഡ് വെച്ചാണ് വരുന്നത്. ഓരോ വീഡിയോ നമ്മൾ ഫോട്ടോസും 5 സെക്കൻഡ് ആയിട്ട് വരും. അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് 0.9 ഇല്ലെങ്കിൽ 1 സെക്കൻഡോ നമ്മൾ ആക്കിയിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരണം ആക്കി ഇടുക. അതിനുശേഷം നമ്മൾ ഷോർട്സ് ഇടുമ്പോഴത്തേക്കിന് ആ ഒരു ഫോട്ടോ, അതായത് 4 ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ സൈഡിലോട്ട് സെലക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തൊരു ഫോട്ടോ വരും. ആ ഫോട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അവർ സെലക്ട് ചെയ്ത് ഇങ്ങനെ സൂമായി വരും. അതിന് നമുക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുത്ത് നമുക്ക് തംബ്നെയിലായിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് തംബ്നെയിൽ ചെയ്യേണ്ടത്, ഷോർട്സിൻ്റെ അകത്ത് എല്ലാവർക്കും നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, നമുക്ക് എങ്ങനെയാണ് അത് ആഡ് ചെയ്യാൻ പറ്റാത്തത്, എങ്ങനെയാണ് അത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുതിയതായിട്ടുള്ള ക്രിയേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള, ഞാനിപ്പോൾ നിലവിൽ കൂടുതലായിട്ടും ചെയ്യുന്നത് ഷോർട്സ് ആണ് ചെയ്യുന്നത്. സോ ഷോർട്സിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസുകൾ നമ്മൾ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് വരത്തുള്ളൂ. സോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും വരുന്നതുവരെ ബൈ.